ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ, CMO, ദീപം ഹോസ്പിറ്റൽ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പിറ്റീരിയാസിസ് റോസിയെ, PR. അപ്പോൾ ഇത് പേഷ്യൻ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ ഭയം ജനിപ്പിക്കുന്ന ഒരു അസുഖമാണ്. അതുപോലെ തന്നെ ഈ പേഷ്യൻറ്റിനെ കാണുന്നവർക്കും എന്തോ സീരിയസ് സ്കിൻ കണ്ടീഷനാണ് എന്നൊരു തോന്നൽ വരും. പക്ഷേ ഇത് ഒരു 2 മാസം കഴിയുമ്പോൾ, 2 മാസം തൊട്ട് 3 മാസം വരെ ഉള്ള സമയത്തിനകം ഇത് പൂർണ്ണമായിട്ടൊരു പാടുപോലും ഇല്ലാതെ തന്നെത്താൻ അപ്രത്യക്ഷമാകും. അങ്ങനത്തെ ഒരു അസുഖമാണ് പിറ്റീരിയാസിസ് റോസിയെ. ഒരു പാവത്താൻ അസുഖം. ഈ രോഗത്തിൻ്റെ ആദ്യം ഒരു പാട് പ്രത്യക്ഷപ്പെടും. അത് ചിലപ്പോൾ നെഞ്ചത്താകും, മുതുകത്താകും. അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അത് ശരീരം മുഴുവൻ ഈ പാടുകൾ വേണമെങ്കിൽ വരാം. അപ്പോൾ അത് മുതുകത്തുള്ളതിന് ഒരു ക്രിസ്മസ് ട്രീ പാറ്റേൺ എന്നാണ് പറയുന്നത്. അതിൻ്റെ അറേഞ്ച്മെൻ്റ്, ആ പാടിൻ്റെ വരവ് ആ രീതിയിലാണ്. അതുകൊണ്ടാണ് അതിനൊരു ക്രിസ്മസ് ട്രീ പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പാട് ശരീരത്തിൽ ഏത് ഭാഗത്തും വരാം. പിന്നെ അതുകൂടാതെ ചൊറിച്ചിൽ. പക്ഷെ ഇത് വരാത്ത സ്ഥലങ്ങളെന്ന് പറയുന്നത് കൈവെള്ള, കാൽപാദം, ചിലപ്പം മുഖത്ത് വരാൻ സാധ്യത കുറവാണ്. ബാക്കി ഏത് ഭാഗത്ത് വേണേലും ഈ പാടുകൾ വരാം. ഈ അസുഖം ഉണ്ടാകാനുള്ള കാരണം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ചില നിഗമനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ അസുഖം വരുന്നതിന് മുമ്പായിട്ട് മിക്കവാറും പലർക്കും, എല്ലാവർക്കും ഇല്ല, പലർക്കും തൊണ്ടവേദന, തലവേദന, ശരീരവേദന, കുറച്ച് ക്ഷീണം, ഇതൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഒരു നിഗമനം എന്ന് പറയുന്നത് ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ്റെ ബാക്കിപത്രമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നിഗമനം. നമ്മുടെ സാധാരണ ഈ ഫ്ലൂ വൈറൽസിൻ്റെ ഇൻഫെക്ഷൻ വരുമ്പോൾ ഇതുപോലെ തൊണ്ടവേദന വരാറുണ്ട്, തലവേദന വരാറുണ്ട്, ശരീരവേദന, ക്ഷീണമൊക്കെ തോന്നാറുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെയും ഈ പാടുകൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പായിട്ട് ചിലർക്ക്, അപൂർവം ചിലർക്ക് ഇങ്ങനെ ലക്ഷണങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വൈറൽ ഇൻഫെക്ഷൻ്റെ ബാക്കിപത്രമാണ് ഈ പാടുകൾ എന്ന് പറഞ്ഞാൽ പിറ്റീരിയാസിസ് റോസിയെ എന്നുള്ള ഒരു നിഗമനത്തിലാണ് പല ഡോക്ടേഴ്സും എത്തിയിരിക്കുന്നത്. ഇത് യാതൊരു കാരണവശാലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരത്തില്ല. ഇതിൻ്റെ ഡയഗ്നോസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിസ്റ്ററിയാണ് ഏറ്റവും പ്രധാനം, പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ആ പാടിൽ നിന്ന് കുറച്ച് സ്ക്രേപ്പിങ്സ് എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്ന ഒരു രീതിയുണ്ട്, ഈ വൈറസിൻ്റെ എന്തെങ്കിലും അംശമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായി. അതുപോലെ ഇതിന് ചില ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പാടുകൾ പ്രത്യക്ഷപ്പെടുന്ന ചില അസുഖങ്ങളുണ്ട്. ഉദാഹരണത്തിന് സെക്കൻഡറി സിഫിലിസ്. പക്ഷേ ഈ സെക്കൻഡറി സിഫിലിസിന് ഈ പാടുകൾ കൈ വെള്ളയിലും കാൽവെള്ളയിലും അതുപോലെ മുഖത്തുമൊക്കെ ഉണ്ടാകാറുണ്ട്. അതേസമയത്ത് ഇവിടെ ഈ ഭാഗങ്ങളിൽ ഇത് കാണാറില്ല. പിന്നെ ചില മരുന്നുകളുടെ അലർജിക്കും ഇതുപോലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇതെല്ലാം ആ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. മരുന്നിൻ്റെ ഹിസ്റ്ററി കാണും, മരുന്ന് കഴിച്ചതിൻ്റെ ഹിസ്റ്ററി കാണും. സെക്കൻഡറി സിഫിലിസിനാണെങ്കിൽ ആ പേഷ്യൻറ്റിന് ഒരു ഹിസ്റ്ററി ഓഫ് കോണ്ടാക്റ്റ്, വേറെ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹിസ്റ്ററി കാണും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്യുവർലി സിംറ്റമാറ്റിക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റിറോയിഡ് ക്രീമുകൾ കൊടുക്കാറുണ്ട്, സ്റ്റിറോയിഡ് ഓറലി കൊടുക്കാറുണ്ട്, സ്റ്റിറോയിഡ് ടാബ്ലറ്റ്, ചിലപ്പോൾ ആൻറ്റി ഹിസ്റ്റമിൻസ് ഓറലി കൊടുക്കാറുണ്ട്. അതുപോലെ ആൻറ്റി ഫംഗൽ, ആൻറ്റിബയോട്ടിക്, ഇതൊന്നും യാതൊരു പ്രയോജനവും യഥാർത്ഥത്തിൽ ഇല്ല. ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതിലോ ആൻറ്റി ഫംഗൽ കൊടുക്കുന്നതിലോ ഒന്നും യഥാർത്ഥത്തിൽ പ്രയോജനമില്ല. ഇതിന് ചില ഗൃഹ ചികിത്സകളുണ്ട്. ഒന്ന് ഓട്സ് മീൽ ബാത്ത് എന്ന് പറഞ്ഞാൽ ഓട്സ് മേടിച്ചിട്ട് പൊടിക്കുക, മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചിട്ട് അതൊരു കുഴമ്പ് രൂപത്തിലാക്കുക. എന്നിട്ട്
ഈ ശരീരത്തിലൊക്കെ ഈ പാടുള്ള ഭാഗത്തൊക്കെ പുരട്ടി കൊടുക്കും. ഒരു 20-30 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയും. അപ്പോൾ അതിന് നല്ലൊരു സൂത്തനിങ് എഫക്റ്റ് കിട്ടും. അതുപോലെ ചൂടുവെള്ളത്തിൽ കുളിക്കുക. പിന്നെ ഈ മോയ്സ്ചറൈസിങ് ക്രീം, അധികം ഈ പെർഫ്യൂമൊന്നും ഇല്ലാത്ത തരം ക്രീമുകൾ ഉപയോഗിക്കുക. അതുപോലെ കുളിക്കുമ്പോൾ ഈ സോപ്പും അധികം പെർഫ്യൂമൊന്നും ഇല്ലാത്ത തരം സോപ്പുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ അലോവേറ ജെൽ, കലാമിൻ ലോഷൻ ഇവ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാത്തിനും ഒരു സൂത്തനിങ് എഫക്റ്റ് കിട്ടും. പിന്നെ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് നമ്മളെ ഉരുക്ക് വെളിച്ചെണ്ണ, അത് പുരട്ടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പിറ്റീരിയാസിസ് റോസിയനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുകയായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.